അവൽ. ഇത് 1/4 കിലോ അവലാണ്. 1/4 കിലോ അവലിന് 1 കിലോ അല്ല 1/2 കിലോ ശർക്കരയാണ്. ഒരു ശർക്കര ആയതുകൊണ്ട് ഞാനിത് പൊട്ടിച്ചതാണ്. 1/2 കിലോ ശർക്കര ഒറ്റ ഉണ്ടയായിരുന്നു. അതിന് പൊട്ടിച്ച് അതിന് ഉരുക്കാൻ വെക്കണം. പിന്നെ അതിൻ്റെ ചേരുവകൾ: മുന്തിരിങ്ങ 1 പിടി, തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞത് 2 പൂള് കുത്തി അരിഞ്ഞത്, ജീരകം പൊടിച്ചത് 1/2 സ്പൂണ്, കശുവണ്ടി 1 പിടി, ഏലക്ക 10 എണ്ണം പൊടിച്ചത്, കടലപ്പരിപ്പ് 2 സ്പൂൺ, 2.5 സ്പൂണോളം ഉണ്ട്. 2.5 സ്പൂണാണ്. ചെറുപയർ പരിപ്പാണ് ചേർക്കുന്നത്. ഞാനിന്നിപ്പം കടലപ്പരിപ്പാണ് ഒന്ന് ചേർക്കുന്നത്. തേങ്ങ 1 മുറി തിരുമ്മിയത്, നെയ്യ്. ഇനി നമുക്ക് ശർക്കര ഉരുക്കാൻ വെക്കാം. സ്റ്റവ് കത്തിച്ച് ഉരുളി അടുപ്പ വെച്ച് നമുക്ക് അവലൊന്ന് ചെറുതായിട്ട് ചൂടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഉരുളി അടുപ്പ വെച്ചേക്കുന്നത്. അവൽ ചൂടാക്കാനായിട്ട് ഉരുളിക്കകത്തോട്ട് കുടഞ്ഞിട്ടു. അവൽ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുരും പൊരിയണം. എന്നാലും അത് കഴിക്കാനൊരു സ്വാദം. അല്ലെങ്കിൽ അവലും മുരുമുരുപ്പായി കോര അവല് അതുപോലെ മുരുമുരുത്ത് ഇനിയിപ്പം കശുവണ്ടിയും മുന്തിരിങ്ങ എല്ലാം വറുത്തെടുക്കാനായിട്ട് ഉരുളി അടുപ്പ വെച്ച് നെയ്യ് ഒഴിച്ചു കടലപ്പരിപ്പിട്ട് കടലപ്പരിപ്പ് നല്ലപോലെ ഒന്ന് ചുമന്ന് വരുമ്പോൾ കോരണം. ചുമന്ന് വരുന്നുണ്ടിപ്പം. തേങ്ങാക്കൊത്തെടുത്ത് ഉണക്കമുന്തിരി ഇട്ടു. കശുവണ്ടി ഇട്ടു. കശുവണ്ടി മൂത്തും നെയ്യ് ശകലം കൂടെ ഒഴിച്ചു. എന്നിട്ട് നെയ്ക്കകത്തോട്ട് ഈ തേങ്ങ എന്നിട്ടുണ്ട്. തേങ്ങയുടെ ആ വെള്ള നിറം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് അരിച്ച് വെച്ചതാണ് ഈ ശർക്കര. അരിച്ചില്ലെങ്കിൽ മണല് കാണും. അരിച്ച് വെച്ചതാണ് ഈ ശർക്കര. തേങ്ങയിലോട്ട് ഒഴിക്കും. ജീരകം പൊടിച്ചത്, ജീരകം ശരിക്കും പൊടിച്ചില്ല, ചതഞ്ഞിട്ട്. ഏലക്ക പൊടിച്ചത്, ചതച്ചത്. പാനിയായി വരുന്നുണ്ട് ശർക്കര. പാനിയായി കഴിഞ്ഞ് ശകലം കൂടെ ഇതാകണം. അന്നേരത്തേക്ക് നമുക്ക് കടലപ്പരിപ്പ് നെയ്ക്കകത്ത് വറുത്തത് ഇതിലിട്ടിടുവാണ്. ഇത് കശുവണ്ടി വറുത്തതും ഉണക്കമുന്തിരിങ്ങ വറുത്തതും തേങ്ങാക്കൊത്ത് വറുത്തതും കൂടാണ്. അതും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യുക. കുറുകി വരുന്നത് ശകലം കൂടി കുറുകണം. അവല് ഇച്ചിരി ശകലിച്ചായിട്ട് കൂടി കുടഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം.
ഇട്ട് ഇളക്കി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. നല്ലപോലെ ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം. കഴിഞ്ഞു ഇത് പാത്രത്തിലോട്ട് കോരുകയാണ്. വിളയിച്ച് അത് പാത്രത്തിലോട്ട് ബൗളിനകത്ത് കോരുകയാണ്. വിളയിച്ച് കോരി ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.